മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 മെയ് 14 ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത 8 വർഷം, അതായത് വർഷം 2033 വരെ കാണാൻ പോകുന്നത്. അതായത് സാധാരണ ഗുരു ഏകദേശം 1 വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ 2025 മുതൽ ഓരോ വർഷവും ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. ഇതിനെ ജ്യോതിഷത്തിൽ അതിചാരി എന്നാണ് പറയുന്നത്. അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും 5 മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഗുരു അതിചാരിയായത് 2018 2021 നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കോവിഡ് രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും. ഇത് വെറും 4 വർഷക്കാലത്തേക്ക് മാത്രമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട 8 വർഷത്തോളവും, അതായത് 2033 വരെ ഓരോ രാശിയിലും അതിചാരി ആകുന്നതായിരിക്കും. ഇത് കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. യുദ്ധം, മഹാരോഗങ്ങൾ, പ്രകൃതിയുടെ വിനാശലീലകൾ, സാമ്പത്തിക തകർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും. ഇവിടെ ഞാൻ വർഷം 2025 ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 2025 മെയ് 14 ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ 18 കർക്കടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. അതായത് വെറും 5 മാസം കൊണ്ട് 12 മാസം സഞ്ചരിക്കേണ്ട ദൂരം പിന്നിടുന്നതുമായിരിക്കും. കർക്കടകം രാശിയിൽ നവംബർ 11 ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഡിസംബർ 5 വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഇങ്ങനെ 1 വർഷം 1 പ്രാവശ്യം മാത്രം രാശി മാറുന്ന ഗുരു ഈ വർഷം 1 പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതുമായിരിക്കും. അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, പിന്നീട് അവിടെ അതിചാരിയായി കർക്കടകത്തിലേക്കും, അതിനുശേഷം കർക്കടകത്തിൽ വക്രഗതിയിലായി, അങ്ങനെ വക്രഗതിയിൽ തിരിച്ച് മിഥുനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലും മറ്റുമുള്ള ഈ സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ 8ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണല്ലോ. നിൽക്കുന്നത് നിങ്ങളുടെ 1-ാം ഭാവത്തിലും. ഇവിടെ നിന്നും ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 5ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി 7ാം ഭാവത്തിലും, 9ാം ദൃഷ്ടി 9ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 5ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും.
സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് 7ാം ഭാവത്തിലായിരിക്കും. ഇത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് അതിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമായിരിക്കും. മെയ് 14-ാം തീയതി ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഗുരുവിൻ്റെ സ്പീഡ് അമിത വേഗത്തിലാകുന്നതായിരിക്കും. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ചും അധികം ആലോചിക്കാതെയും ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ചില സമയത്ത് ലാഭം ലഭിക്കുവാൻ ഇടയാക്കുമെങ്കിലും നഷ്ടങ്ങൾ വരുത്താനായിരിക്കും കൂടുതലും സാധ്യതകൾ. അതായത് മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 6ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ധൃതി പിടിച്ചും ആലോചിക്കാതെയും തൊഴിൽ രംഗത്ത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതും പിന്നീട് അതിൽ കോർട്ട് കേസുകളോ മറ്റും ഉണ്ടാകാൻ ഇടയാകുന്നതുമായിരിക്കും. അതുപോലെ 7ാം ദൃഷ്ടി 8ൽ പതിക്കുന്നത് അധികം ആലോചിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും പിന്നീട് അത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. ഒക്ടോബർ 18-ാം തീയതി ഗുരു കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നതും അവിടെ നവംബർ 11-ാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5-ാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഗുരു കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 7ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 9ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 7, 9 ഭാവങ്ങളിൽ ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതിനാൽ വീണ്ടും ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ലാണ് പതിക്കുന്നത്. ഇത് ഗുരുവിൻ്റെ സ്വന്തം രാശിയായ മീനം രാശിയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഇൻകം പ്രതീക്ഷിച്ചതിലും അധികം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതാകുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഗുരു ഇടവത്തിലും അവസാന സമയത്ത് കർക്കിടകത്തിലും നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഗുരു അതിചാരിയായി സഞ്ചരിക്കുന്ന സമയത്താണ്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ആത്മവിശ്വാസത്തോടെ നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് ഗുരുവിൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.